നമസ്കാരമുണ്ടേ. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നക്ഷത്രങ്ങളിൽ ഇനി മകയിരത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നക്ഷത്രത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ ഈ വിഷകടിയും ഉഷ്ണശിഖയും അമൃതകടിയും ഒക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചോളുക. അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജാതകത്തിൻ്റെ ഫലങ്ങൾക്ക് അത് ഉപയോഗിക്കും, പ്രശ്നത്തിൽ അത് ഉപയോഗിക്കും യുക്തിപൂർവ്വം. അതുപോലെ തന്നെ മുഹൂർത്തത്തിൽ ഇപ്പോൾ വിഷസമയമൊക്കെ നമ്മൾ തള്ളിയാണ് മുഹൂർത്തം എടുക്കുന്നത്, അതൊക്കെ ഒന്നും എടുക്കത്തില്ല. അപ്പം ഇതെല്ലാം ഇങ്ങനെ മുഹൂർത്ത ദോഷങ്ങളിൽ വരുന്ന സമയത്ത് ചതുരംഗശുദ്ധി മുതൽ തുടങ്ങും. ചതുരംഗശുദ്ധി, അതിനുശേഷം വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന പഞ്ചാംഗശുദ്ധി, അതിനുശേഷം അഷ്ടാംഗശുദ്ധി, രാശിയും കൂടെ പഞ്ചാംഗങ്ങളും ശുദ്ധമാവുന്നതിനോടൊപ്പം തന്നെ രാശിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പല ശുദ്ധികൾ ചെയ്തിട്ടാണ് മുഹൂർത്തം എടുക്കുന്നത്. എന്നാലും മുഹൂർത്തത്തിന് ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ആ മുഹൂർത്ത ദോഷത്തിനുള്ള പരിഹാരങ്ങളൂടെ നിർദ്ദേശിച്ചുകൊണ്ടാണ് മുഹൂർത്തം എടുക്കുന്നത്. നല്ല കാര്യങ്ങൾക്കൊക്കെ വളരെ കുറച്ച്, ഒരു വർഷം വളരെ കുറച്ച് മുഹൂർത്തമേ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വിവാഹത്തിനാണെങ്കിൽ 10-15 മുഹൂർത്തം ഉണ്ടായ ഭാഗ്യം. പ്രതിഷ്ഠയ്ക്കാണെങ്കിൽ ഉത്തരായന സമയത്ത് വരുന്ന സമയത്ത് വളരെ കുറച്ച് മുഹൂർത്തങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അത് മുഹൂർത്ത വിഷയം പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. നിങ്ങൾക്ക് മാധവീയം പോലുള്ള ഗ്രന്ഥങ്ങൾ, മുഹൂർത്ത ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് മുഹൂർത്ത പദവി അല്ലെങ്കിൽ മുഹൂർത്ത ചിന്താപദ്ധതി അങ്ങനെ തുടങ്ങിയിട്ട് മുഹൂർത്ത ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൂടെ വേണമെങ്കിൽ പഠിക്കാം. പിന്നെ പഞ്ചാംഗങ്ങൾ, ഇപ്പോൾ ജ്യോതിഷഭൂഷണം പഞ്ചാംഗം അല്ലെങ്കിൽ ഗുരുവായൂർ ദിവസം പൊട്ടിറക്കുന്ന പഞ്ചാംഗങ്ങൾ അല്ലെങ്കിൽ ഏത് പഞ്ചാംഗത്തിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഹൂർത്തങ്ങൾ, ഏതൊക്കെ നക്ഷത്രങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ എടുക്കാം, മുഹൂർത്ത ദോഷങ്ങൾ എന്തിനൊക്കെ വർജ്യമാണ്, ബാലാന്ന വർജ്യ നക്ഷത്രങ്ങൾ ഏതാണ്, ബാലാന്നത്തിന് പറ്റുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, ഊന്നാളുകൾ, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പം അത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചാൽ അങ്ങ് നമ്മളൊരു ഉദ്ദേശിക്കുന്ന കോണ്ടക്സ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഉൾക്കൊള്ളിക്കാത്തത്. 1-2 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ആ ഉഷ്ണഘടികയുടെയും വിഷഘടികയുടെയും ഒക്കെ ഫലം അതുകൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പറയാം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത് തന്നെ. ഇപ്പോൾ ഗുളികൻ്റെ ഫലം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നവാംശത്തിൻ്റെ ഫലം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ പറ്റണ്ടേ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇതൊരു ജേണി പോലെ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊരു കൂട്ടത്തിൽ ഒരു ജേണി പോലെ ആഴ്ചയിൽ 3 ദിവസം ഒരു അരമണിക്കൂർ വീതം നിങ്ങളിതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക, നിങ്ങളതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിപ്പോൾ ഇങ്ങനൊരു ജേണി പോലെ എന്നോടൊപ്പം എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുറേ കാലമാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന രീതിയിലായിരിക്കും ബുക്ക് ഉണ്ടാവുന്നതും അല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുന്നതൊക്കെ ഫ്രീ ആയിട്ട് ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളിലേക്കത് എത്തിക്കാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ. അപ്പം നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നു 6th ഹൗസ് അല്ലെങ്കിൽ ലഗ്നം, ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ലഗ്നം ശരീരമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഇത് വന്നാൽ ലഗ്നം ഈ പറയുന്ന മൃഗശിര അല്ലെങ്കിൽ മൃഗശീർഷ അല്ലെങ്കിൽ മകയിരം നക്ഷത്രത്തിൽ ലഗ്നം വന്നാൽ, ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിൽ നിന്നാൽ, 6ാം ഭാവത്തിൻ്റെ സ്ഫുടം മകയിരം നക്ഷത്രത്തിൽ നിന്നാൽ, ചൊവ്വയുടെ നക്ഷത്രമാണ്. ചൊവ്വ മകയിരത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. എന്നിരുന്നാൽ പോലും ചൊവ്വയും ശനിയും ഒക്കെ മകയിരത്തിൽ നിന്നാൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചില കാർമിക് കാര്യങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മകയിരം നക്ഷത്രശാന്തി ക്രിയകൾ പലപ്പോഴും കഴിച്ചിരുന്നത് അതിൻ്റെ വൃക്ഷമായിട്ടുള്ള കരിങ്ങാലി എന്ന് പറയുന്ന വൃക്ഷത്തിലാണ്. കരിങ്ങാലി വൃക്ഷത്തിൻ്റെ തടിയിൽ നക്ഷത്ര ചിഹ്നം കുത്തി അതിൽ നക്ഷത്രശാന്തി പൂജ കഴിച്ച് മാനിൻ്റെ ഇറച്ചിയൊക്കെ നിവേദിച്ചാണ്, അതിൻ്റെ പൂജ്യവസ്തു അതാണ്, മാനിറച്ചിയൊക്കെ നിവേദിച്ചായിരുന്നു ഇതിൻ്റെ നക്ഷത്രശാന്തി ഹോമങ്ങൾ കഴിച്ചിരുന്നത് പണ്ട്. അപ്പം അത് കൂടാതെ നക്ഷത്രശാന്തി ഹോമം സ്വാത്വികമായ രീതിയിൽ ചെയ്യുന്ന ഒരു ക്രമവും
ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും ഒരു സാത്വികമായ രീതിയിൽ ചെയ്യുന്ന അങ്ങനെ വിഷയങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതല്ലാതെ കണിയാന്മാരുടെ ഇടയിലൊക്കെ പണ്ട് അല്ലാതെ തന്നെ ഈ നക്ഷത്ര ശാന്തി ഹോമം ചെയ്യുന്ന മാന്ത്രികരുടെ ഇടയിൽ പലരും ഈ കരിങ്ങാലി വൃക്ഷത്തിൻ്റെ തടിയിൽ മകയിരം നക്ഷത്രത്തിൻ്റെ യന്ത്രം കൊത്തി അതിൽ പൂജ കഴിച്ച് അതിന് നിവേദ്യമായിട്ട് മാനിറച്ചിയൊക്കെ വെച്ച് പൂജ കഴിച്ചിരുന്ന ഒരു ഇതുണ്ട്. ഇപ്പോഴും അത് രഹസ്യമായിട്ടൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഇന്ന് മാനിറച്ചി കേരളത്തിലൊക്കെ ഇന്ത്യയിൽ അത് കേസാണ്. പക്ഷെ പുറം രാജ്യങ്ങളിൽ ഈവൻ UAE പോലും അതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സാന്ദർഭികവശാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുരാവൃത പഠനത്തിന് താല്പര്യമുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ പോലെ അല്ലെങ്കിൽ ഒരു അറിവിനായിക്കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദേവത ചന്ദ്രനാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു ദേവതയാണ്. എപ്പോൾ വേണേലും മാറിക്കൊണ്ടിരിക്കും. അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്കും, പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കും ചന്ദ്രൻ സഞ്ചരിക്കുന്നതിന് മനസ്സ് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രനാണ് മകയിരം നക്ഷത്രത്തിൻ്റെ ദേവത. അതുകൊണ്ട് തന്നെ മകയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും വ്യാഴം ബലപ്പെടാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാസനകളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, കൈവിട്ടു പോകും എന്നുള്ളതാണ്. കാരണം എൻ്റെ ദേവത തന്നെ ചന്ദ്രനാണ്. ചന്ദ്രൻ പലപ്പോഴും ഒരു ഗുരുത്വദോഷം ഉണ്ടാക്കിയ ഒരു ദേവത സങ്കല്പമായിട്ടാണ് ഭാരതീയ ഋഷിമാർ പറയുന്നത്. അത് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല. അതുപോലെ പെൺപാമ്പാണ് ഇതിൻ്റെ മൃഗം എന്ന് പറയുന്നത്. പക്ഷിപ്പുള്ളുമാണ്. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകയിരം എന്ന് പറയുന്നത്. സ്ത്രീ യോനി നക്ഷത്രമാണ്. കുറച്ച് ഫിമെയിൻ ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു നക്ഷത്രമാണ്. ഇമോഷണൽ നീഡ് ആവശ്യമുള്ളതാണ്. ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ്. ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ആൾക്കാരാണ് ഇവർ. ദക്ഷിണചാരിയാണ്. മൃഗമുഖാകാരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. മൃഗശീർഷ എന്നുള്ളത് മൃഗത്തിൻ്റെ ശിരസ്, മാനിൻ്റെ ശിരസ് തന്നെയാണ് ഇതിന് ഉള്ളത്. തിര്യൻ മുഖം ആയിട്ടുള്ളതാണ്. അധോമുഖം, ഊർധ്വമുഖം എന്ന് പറയുന്ന പോലെ തിര്യമുഖ രാശിയാണ്. അല്ലെങ്കിൽ തിര്യമുഖ രാശി പോലെ തന്നെ തിര്യമുഖ നക്ഷത്രമായിട്ടാണ് ഈ മൃഗശീർഷ അല്ലെ മകയിരം കാണുന്നത്. ചൊവ്വയാണ് ഇതിൻ്റെ അധിപൻ എന്ന് പറയുന്നത്. 2 രാശികളിലായിട്ടാണ് പകുതി കിടക്കുന്നത് കൊണ്ട് തന്നെ പകുതി കാളയുടെയും പകുതി ഗദാധാരിയായ പുരുഷൻ്റെയും വീണ വായിക്കുന്ന സ്ത്രീയുടെയും സ്വഭാവമുള്ളത് കൊണ്ട് ഈ മൃഗശീർഷം എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലുള്ള 2 രാശിയിലും 2 ഡയമെൻഷനിലുള്ള സ്വഭാവക്കാരാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 തലത്തിലുള്ള ആൾക്കാരാണ്. ഈ മിഥുനത്തിലുള്ള മൃഗശീർഷക്കാരെ പോലെയല്ല ഈ ഇടവൻ രാശിയിലുള്ള മൃഗശീർഷക്കാർ. 2 തലത്തിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ധ്രുവസ്ഥിരാതിലും മൃദുമൈത്രമായിട്ടാണ്. വളരെ നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന അവരാണ്. മൃദുമൈത്രം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉഗ്രവും കോപവും അല്ലാതെ വളരെ മൃദുവായിട്ട് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ, ആൾക്കാരോട് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും അതാണ്. അതേപോലെ തന്നെ വിഷകടി എന്ന് പറയുന്നത് മുഹൂർത്തമൊക്കെ എടുക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 14 നാഴിക മുതൽ 18 നാഴിക വരെ വിഷവും, അതുപോലെ ഉഷ്ണശിഖ എന്ന് പറയുന്ന ഉഷ്ണം എന്ന് പറയുന്നത് 55 മുതൽ 60 വരെയും, അമൃതഘടി എന്ന് പറയുന്നത് 38 മുതൽ 38 നാഴിക മുതൽ 42 നാഴിക വരെയും ആകുന്നു. വിഷം 14 മുതൽ 18 നാഴിക വരെ, ഉഷ്ണശിഖ 55 മുതൽ 60 നാഴിക വരെ, അമൃതഘടി എന്ന് പറയുന്നത് 38 നാഴിക മുതൽ 42 നാഴിക വരെയുമാണ്. കട്ടിലിൻ്റെ കീഴ്ഭാഗമാണ് മകയിരത്തിൻ്റെ സ്ഥാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിൽ മകയിരം നക്ഷത്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ, ഒരു സാധനം കളവ് പോയതല്ലേ ഇവിടെ ഇരിക്കുകയാണ് എങ്കിലൊക്കെ കട്ടിലിൻ്റെ കീഴ്ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയണം. കണ്ണാണ് അവയവം. കണ്ണ്. വൃക്ഷം കരിങ്ങാലിയാണ്. തെക്ക് ഭാഗമാണ് ദിക്ക്. ഒരു ശുഭനക്ഷത്രമാണ് മകയിരം എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഭൂമിഭൂതമായിട്ടുള്ള ഒരു നക്ഷത്രവും കൂടിയാണ്. പെൺപാമ്പാണ് എന്ന് ഞാൻ പറഞ്ഞു. 3 ഇതിൻ്റെ നക്ഷത്ര സംഖ്യ എന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ മകയിരം നക്ഷത്രത്തെക്കുറിച്ച് വിശാലമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉത്തരാഖണ്ഡിൽ ദേവഭൂമിയിൽ വെച്ച് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച്
പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാത്തതും പറഞ്ഞതുമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നക്ഷത്ര സംഖ്യയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി കണ്ടോളുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി മകയിര നക്ഷത്രത്തെക്കുറിച്ച് കിട്ടുകയും ചെയ്യും. പൊതുവേ ഈ മാനായതുകൊണ്ട് മാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നുള്ളത് കൊണ്ടും കസ്തൂരിമാൻ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കസ്തൂരി പൊഴിച്ച് എല്ലാവർക്കും ഗന്ധം കൊടുത്ത് എന്തെങ്കിലും ഒരു ഗുണം കൊടുത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമായത് കൊണ്ട് തന്നെ അന്വേഷണാത്മക സ്വഭാവമാണ് മൃഗശീർഷ നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവർ അന്വേഷിക്കും, ഇവർ റിസേർച്ചേഴ്സാണ്, ഇവരൊരു മൊത്തത്തിലെ ഒരു അന്വേഷണ സ്വഭാവമുള്ളവരായിരിക്കും. ഊർജ്ജസ്വലരാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ വിഷയങ്ങളിലേക്ക് ഇറങ്ങാനും പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കും. പിതാവുമായിട്ടുള്ള ബന്ധം മൃഗശീർഷ നക്ഷത്രത്തിൽക്കാർക്ക് പൊതുവെ ഒരു സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഒന്നീ ഗുണമായിട്ട് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവർക്ക് അച്ഛനുമായിട്ടുള്ളൊരു ചേർച്ചക്കുറവല്ല, അച്ഛനോടൊരു വൈകാരികമായ അടുപ്പം, അച്ഛൻ ഒരു പ്രധാന ആയിട്ടുള്ളൊരു ഇവരുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റിൽ അച്ഛനുമായൊരു ആശയപരമായ ഭയങ്കര വൈരുദ്ധ്യം ഇതേതെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ മൃഗശീർഷ നക്ഷത്രത്തിൻ്റെ അന്വേഷണ സ്വഭാവം, സൗമ്യമായി പെരുമാറാനുള്ള കഴിവ്, ശാന്തരും സൗമ്യരുമായിട്ട് പെരുമാറാനുള്ളവരുടെ കഴിവ്, സർഗാത്മകത, കലാ സംഗീതം തുടങ്ങിയ മേഖലകളിലുള്ള ഇഷ്ടം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാനുള്ളൊരു പ്രത്യേക താല്പര്യം ഒക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ മൃഗശീർഷയിലെ മകയിരം നക്ഷത്രത്തിൻ്റെ പകുതി ഇടവത്തിലും പകുതി മിഥുനത്തിലും ആയതുകൊണ്ട് തന്നെ ഒന്ന് കാളയും ശുക്രനും ചന്ദ്രനും ചൊവ്വയും, ഇവിടെ വരുമ്പോൾ ബുധനും ചൊവ്വയും മിഥുനവും, ഗദാധാരി സഗതം സവീണം, ഗദാധാരിയായ പുരുഷന് വീണ വായിക്കുന്ന സ്ത്രീ. അപ്പം ഈ ഒരു ബുധൻ കുജൻ ബന്ധം പോലെയല്ല ഇപ്പുറത്ത് ശുക്രൻ കുജൻ ബന്ധം വരുന്നത്. രണ്ടുപേരുടെയും സ്വഭാവ വ്യത്യാസം എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവത്തിലൊരു സ്വഭാവം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയാവുന്ന രീതികൾ, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള അയക്കുന്ന വശങ്ങൾ, ഒരു വശത്ത് ശക്തമായ സ്ഥിരമായിട്ടുള്ള സ്ഥിരതയോട് കൂടിയിട്ടുള്ള സ്വഭാവം, മറുവശത്ത് ഒട്ടും സ്ഥിരതയില്ലാത്ത ചില ഏരിയകൾ ഇവരുടേത്. ഇങ്ങനെയൊക്കെ വരാം. അതായത് രണ്ട് എക്സ്ട്രീം, രണ്ട് തലം. അതെപ്പോഴും ഓർത്ത് വെച്ചാൽ രണ്ട് തലമുള്ളവരായിരിക്കും, രണ്ട് എക്സ്ട്രീം സ്വഭാവങ്ങളുള്ളവരായിരിക്കും മൃഗശീർഷം എന്നുള്ളത് ഓർക്കുക. പിന്നെ പൊതുവേ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളവരാണ്. കുടുംബാംഗങ്ങളോടും വളരെ സ്നേഹമുള്ളവരും ഒക്കെയാണ് പൊതുവെ മൃഗശീർഷക്കാർ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഈ മൃഗശീർഷ നക്ഷത്രത്തിൽപ്പെട്ട, കുറച്ച് സുഹൃത്തുക്കളുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട പലരും മൃഗശീർഷ നക്ഷത്രത്തിൽപ്പെട്ട പലരുമായിട്ട് ഞാൻ പെട്ടെന്ന് ജെല്ലാവും, ഭയങ്കരമായിട്ട് സെങ്കാവുന്ന ഒരു സ്റ്റാറും കൂടിയാണ് മൃഗശീർഷം എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നക്ഷത്രമാണ്. എന്നെ ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത, എനിക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവുമുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ കൂടെ നിൽക്കുന്നവരിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള പലരും ഈ മകയിര നക്ഷത്രത്തിലുള്ളവരുമാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഈ മകയിര നക്ഷത്രത്തിൻ്റെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ കണ്ടത്, അതായത് പ്രേമിക്കുന്ന പെണ്ണിന് അല്ലെങ്കിൽ പ്രണയിച്ച് പരാജയമൊക്കെ പെട്ട് കഴിഞ്ഞാലും സ്വന്തം അച്ഛൻ പോലും കാണിക്കാത്ത രീതിയിലുള്ള ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണിച്ച് വേറെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നിടം വരെ, ബ്രേക്കപ്പ് ആയെങ്കിൽ പോലും ആ കല്യാണം കഴിപ്പിക്കുന്നിടം വരെ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ തമാശയ്ക്ക് ആ വ്യക്തിയോട് പറയാറുണ്ട്, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പ്രേമിക്കൂ, എന്നിട്ട് പരാജയപ്പെടും. നീ പ്രേമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ആ സ്ത്രീയുടെ കല്യാണം നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹവും കരുതലുകളും ഒക്കെ ഉണ്ടാവും. ഇവർക്ക് സംശയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ സംശയ സ്വഭാവം ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ ഉണ്ട്. ഊർജ്ജസ്വലതയുണ്ട്. മാനസികമായും ശാരീരികമായും ഇവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും. ഏത് കാര്യത്തിലും സജീവമായി ഇടപെടാനുള്ളൊരു കഴിവും ഇവർക്ക്
ഇവർക്ക് ഉണ്ടാകും. ഈ പിതാവുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ പിതാവുമായിട്ട് ചില സാഹചര്യങ്ങൾ അകന്നു കഴിയാനോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ മാനസിക ആരോഗ്യത്തെയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളെയും ഇവരുടെ സാമൂഹിക ജീവിതത്തെയും ഈ അച്ഛനുമായിട്ടുള്ള വിഷയങ്ങൾ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ പിതാവിന് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയില്ലാത്തത് നിമിത്തം അത് നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടൊക്കെ ഇവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് പിതാവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും പിതാവിൻ്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് കരുതുകയും അതിനുവേണ്ടി എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത്, അതുപോലെ തന്നെ പിതാവ് വഴി കിട്ടേണ്ട സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുകയും ചിലപ്പോൾ അതൊക്കെ തർക്കങ്ങളും വഴക്കുകളും വഴിയൊക്കെ ഉണ്ടാവാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു ചുരുക്കത്തിൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഏരിയകൾ ഇവർക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നുമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാർമിക് സിമ്പലായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് ഒരു സത്യാന്വേഷണമാണ്. മൃഗശീർഷം എന്ന് പറയുന്നത് മാൻ എപ്പോഴും അതിൻ്റെ പാതയിൽ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ്. അറിയാമല്ലോ, അത് അതിൻ്റെതായ ഒരു തലത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ആന്തരിക തലം വ്യാഴമൊക്കെ ബലപ്പെടുകയും ഇവരുടെ നക്ഷത്രാധിപനായിട്ടുള്ള കുജനൊക്കെ ബലപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ജ്ഞാനത്തിനും സത്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മൃഗശീർഷം എന്ന് പറയുന്നത് മാനായതുകൊണ്ട് മാനിനെ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ കാണുന്നത്. മൃഗം എന്ന് പറയുന്നത് ഒരു ചഞ്ചലമായ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ്. ഈ മൃഗം അഭയപരോ സുപ്രസന്നോ മഹേശ എന്ന് പറഞ്ഞിട്ട് ഈ തന്ത്രസമുച്ചയത്തിലൊക്കെ മഹാദേവൻ്റെ ധ്യാനം കൊടുക്കുമ്പം ഭഗവാൻ ഇങ്ങനെ ശാന്തന സുപ്രസന്നനായിരിക്കുന്ന മഹേശ്വരൻ്റെ ഒരു കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് ചാടാൻ പോകുന്ന മൃഗത്തെയാണ്, മാനിനെയാണ്. വിഭ്രാതർഭി കുടാരമൃഗം അഭയപരോ സുപ്രസന്നോ മഹേശ ആ ധ്യാനം തുടങ്ങുന്നത് തന്ത്രസമുച്ചയത്തിലൊക്കെ ഉള്ളതാണ്. കേരളത്തിലെ മിക്ക ശിവക്ഷേത്രങ്ങളിലും ഈ ധ്യാനത്തിലാണ് ശിവപൂജ കഴിക്കുന്നതൊക്കെ. ഭഗവാന്റെ രൂപം അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഭഗവാന്റെ പുറകിൽ ഒരു കയ്യിലിങ്ങനെ ചാടാൻ പോകുന്ന മാനും ഒരു കയ്യിലിങ്ങനെ മഴുവുമാണ്. മഴുവാകുന്ന ജ്ഞാനം കൊണ്ട് മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന മാനിൻ്റെ സ്വഭാവം പോലെ തന്നെ ഇവരുടെ മനസ്സും എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ജീവിതത്തിലൊരു പ്രധാന പ്രതിസന്ധി വന്നൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഇവർക്ക് സൃഷ്ടിച്ചേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം കേട്ടോ. അതുപോലെ തന്നെ മാൻ വളരെ വേഗത്തിൽ ഭയപ്പെടുന്നൊരു ജീവിയാണ്, വളരെ പെട്ടെന്ന് തന്നെ പേടിക്കുന്നൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗശീർഷ നക്ഷത്രക്കാർക്ക് എപ്പോഴും അകാരണമായൊരു ഭയം ഉണ്ടാകും. എപ്പോഴും അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഭയങ്ങളും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെയും ഭയത്തെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്ത് ആ ഭയത്തിനെയൊക്കെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസുകളിൽ നിന്ന് അതിജീവിച്ച് അറിവും സത്യവും കണ്ടെത്താനുള്ള ഒരു ആന്തരികമായിട്ടുള്ള ചോദനയുമായിട്ടാണ് ഇവർ ജനിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ സോളിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ചോദനയിൽ വ്യത്യാസം വരികയും ചെയ്യും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു അതിൻ്റെ ഒരു ലെവലിൻ്റെ തൂക്കത്തിന് വ്യത്യാസം വരും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു അറിവും സത്യവും കണ്ടെത്താനുള്ള ഒരു ആന്തരികമായിട്ടുള്ളൊരു സ്പാർക്ക് ഇവർക്കുണ്ടാകും. അത് നല്ല രീതിയിലായാൽ ഇനി വരുന്ന ജന്മങ്ങളും അല്ലെങ്കിൽ ഈ ജന്മവും ഒക്കെ ഭംഗിയായിട്ട് സന്തോഷം അനുഭവിക്കാനും സമാധാനം അനുഭവിക്കാനും പറ്റുകയും ചെയ്യും. വേറെ രീതിയിലോ പല രീതിയിലോ വളഞ്ഞ വഴിയിലൂടെ ഈ ഭയത്തെ അതിജീവിക്കാനും ഈ സംശയങ്ങൾ ഉണ്ടാകുന്നതിനെ അതിജീവിക്കാനും ഒക്കെ വളഞ്ഞ വഴിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് സറണ്ടർ ചെയ്യാതെ സെൽഫ് എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിനോടുള്ള സറണ്ടർ ചെയ്യാതെ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ എന്ന് ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിലൊരു ശ്ലോകമുണ്ട്. നാരായണി സ്തുതിയില ശരണാഗതി തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നുമില്ല,
പക്ഷേ അനന്യാശ്ചിന്തയം തോമ ഏ ജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമിഹം. എനിക്ക് 2 ശ്ലോകങ്ങളും ഭയങ്കരമായിട്ടും ഒരേ കാര്യം തന്നെ 2 ഭാഷയിൽ പറയുന്നു എന്നുള്ളൂ. ഒന്ന് ദേവിയുടെയും ഒന്ന് കൃഷ്ണൻ പറയുന്നതുമായിട്ടാണ്. മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ എന്നിലേക്ക് മാത്രം ശരണം പ്രാപിക്കുമെന്ന് മാത്രമാണ്. അങ്ങനെയുള്ളവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഭഗവാൻ പറയുന്നു. വിഷമിക്കേണ്ടത് ഇവിടെ അതുപോലെയാണ്. ശരണാഗതിയാണ്. ശരണാഗതി കൊണ്ട് മാത്രമേ ഒരാളുടെ, അത് ഏത് നക്ഷത്രത്തിൽ പിറന്നാലും കേട്ടോ, ഇത് പൊതു നിയമമാണ്, ഏത് നക്ഷത്രത്തിൽ പിറന്നാലും ആ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി ഉണ്ടെങ്കിൽ ആ സെൽഫ് സറണ്ടറിങ് നമ്മുടെ ഉള്ളിൽ, നമ്മൾ ആത്മാവ് നമ്മുടെ മുന്നിൽ തന്നെ സറണ്ടർ ചെയ്യുമ്പം, അക്സെപ്റ്റൻസ് വരുമ്പം ആക്ച്വലി പ്രപഞ്ചത്തിന് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരി ചൈതന്യമാണ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്നതെന്നുള്ള ബോധത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ മൃഗശീർഷ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും ആ ഡെപ്റ്റാണല്ലോ രോഗത്തിന് കാരണം. പൂർവന്മകൃതം ഭാവം വ്യാധിരൂപേണ ജായതേ. അപ്പം ആ ഡെപ്റ്റിന് പരിഹാരമായിട്ടുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 5ാമത്തെ നക്ഷത്രമാണ് മൃഗശീർഷം എന്നുള്ളത്. 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ മിഥുനത്തിൻ്റെ ആദ്യ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ ഒരു നക്ഷത്രം മൃഗശീർഷം. കുജനാണ് നക്ഷത്രാധിപൻ എന്നുള്ളത് കൊണ്ട് തന്നെ നയനരോഗങ്ങൾ, മകയിരം നയനരോഗങ്ങളാണ്. നയനരോഗങ്ങൾ തരും, മുഖരോഗങ്ങൾ തരും, കവിളിൽ വരുന്ന രോഗങ്ങൾ, മുണ്ടിനീര് മുതൽ, പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, മുണ്ടിനീര് മുതലുള്ള രോഗങ്ങൾ വരും. ഹനുക്കളിലും താടിയിലും ഉണ്ടാവുന്ന രോഗങ്ങൾ, ഇവിടെയൊക്കെ ജോയിൻറ്റിനൊക്കെ ഉണ്ടാവുന്ന വേദനകളും രോഗങ്ങളും ഒക്കെ. ദന്തരോഗങ്ങൾ, വായിലുണ്ടാവുന്ന സർജറികൾ, ദന്തരോഗങ്ങൾ, മോണയിലുണ്ടാവുന്ന രോഗങ്ങൾ, ശബ്ദതന്ത്രികളിലുണ്ടാവുന്ന രോഗങ്ങൾ, തൊണ്ടയ്ക്കൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ, ഭുജം തോളിൽ സംബന്ധിച്ചുണ്ടാവുന്ന രോഗങ്ങൾ. എൻ്റെ 6ാം ഭാവാധിപൻ മകയിരത്തിലല്ല, പക്ഷേ ഈ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മിക്കപ്പോഴും വരാറുണ്ട്. അപ്പം അതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം അതിനൊരു കാരണമുണ്ട്. ഈ 108ാം നക്ഷത്രപാദം വരുന്ന നക്ഷത്രം മകയിരമാണ് ലഗ്നത്തിൻ്റെ. അപ്പോൾ അത് പിന്നീട് പറയാം. ഭുജം, തോളിൽ സംബന്ധിച്ച രോഗങ്ങൾ, വാരിയലിലുള്ള രോഗങ്ങൾ, തൊണ്ടരോഗങ്ങൾ, തൊണ്ടയ്ക്കുണ്ടാവുന്ന രോഗങ്ങൾ, മുറിവുകളും വ്രണങ്ങളും, ഡിഫ്തീരിയ, അതുപോലെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത്, രക്തദൂഷ്യങ്ങൾ, അതുപോലെ ചൊറിച്ചിരങ്ങ് മുതലായ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ ശരീരത്തു നിന്ന് ഈ ഒരുപാട് തൊലികളൊക്കെ പൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള രോഗങ്ങൾ, അലർജറ്റിക് രോഗങ്ങൾ, സീസണലായിട്ട് വരുന്ന അലർജറ്റിക് രോഗങ്ങൾ, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അലർജറ്റിക് രോഗങ്ങൾ, ഇതെല്ലാം മകയിരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരുപാടുണ്ട്, മകയിരം നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ കാലാങ്കാനി വരാങ്കമാനൂരു എന്നുള്ളതുകൊണ്ട് 3ാം ഭാവം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാവം കൂടിയാണ്, 3ാം ഭാവമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും ഒക്കെ വരാം. ഷോർട്ട് ടെമ്പേർഡ് ആവാം. കുജൻ്റെ നക്ഷത്രമല്ല, അപ്പോൾ സൂക്ഷിച്ച് ചിലത് പറയുമ്പം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. മകയിരം നക്ഷത്രക്കാരൊരു ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത്, 1ാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. പുരി ജഗന്നാഥ ക്ഷേത്രം ശക്തിപീഠവും കൂടിയാണ്. അപ്പോൾ ആ കുജൻ്റെയും ബുധൻ്റെയും ഒരു അതിനകത്ത് വരുന്നുണ്ട്. അത് ആ പുരി ജഗന്നാഥ ക്ഷേത്രം ഉറപ്പായിട്ടും പോയിരിക്കേണ്ട നിങ്ങളുടെ ഈ നക്ഷത്ര ക്ഷേത്രമാണ്. പിന്നെ 2ാമത്തത് തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ആദിനാരായണ പെരുമാൾ ക്ഷേത്രം. ഭൂമിദേവിയും ലക്ഷ്മീദേവി സമേതനായിരിക്കുന്ന ആദിനാരായണ പെരുമാൾ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനടുത്ത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മുരുകൻ ക്ഷേത്രമുണ്ട്. അപ്പം ആ മുരുകൻ ക്ഷേത്രത്തിലും കൂടെ പോവുക എന്നുള്ളതാണ്. കാരണം അവിടെ ചൊവ്വയുമായി ബന്ധപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ ആ മുരുകൻ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ ആദിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു കതിരമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. കതിരമംഗലത്തുള്ള വനദുർഗാ ഭഗവതി ക്ഷേത്രം, വനദുർഗാ പരമേശ്വരി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും മൃഗശീർഷ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് രോഗായ ദുരിതങ്ങളും കൊണ്ടും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പറ്റാതെ വരുമ്പം ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലാണ് പോവേണ്ടത്
എന്നും കൂടി ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഈ അവസാനത്തെ മൃഗശീർഷത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിന് നരസിംഹമൂർത്തിയുമായി ബന്ധമുള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പം നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളും വളരെ വിശേഷമാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദുരിതങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് പുരി ജഗന്നാഥ ക്ഷേത്രമാണ് പ്രധാനമായിട്ടും. പിന്നെ ആദിനാരായണ പെരുമാൾ, തമിഴ്നാട്ടിലുള്ള 2000-3000 വർഷമുള്ള പഴക്കമുള്ള അമ്പലങ്ങളായതെല്ലാം ഈ തിരുവാരൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള കതിരമംഗലത്തുള്ള ഈ ദുർഗാപരമേശ്വരി ക്ഷേത്രം, ഇതും വളരെ പ്രശസ്തമായൊരു അമ്പലമാണ്. അവിടെയും കൂടെ പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മകയിലെ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾ ഡെയിലി കുറച്ച് നേരം, ഒരു 24 മിനിറ്റെങ്കിലും സാധന ചെയ്യുക, ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുക. മെഡിറ്റേഷൻ മാത്രം പോരാ, യോഗയും നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഭാവിയിൽ വലിയ രോഗിയായി മാറുന്നതിലും എത്രയോ നല്ലതാണ് അപ്പോൾ സ്വസ്ഥമായിട്ട് അത്യാവശ്യം ലൈഫൊക്കെ നോക്കി ഒന്ന് സ്റ്റേബിളായിട്ട് പോകാൻ ഉള്ളത് അല്ലേ. അപ്പം ഭാവിയിൽ ഹോസ്പിറ്റലുകാർക്കൊരു വാഗ്ദാനമാകുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകിൽ നിങ്ങൾ യാത്ര ചെയ്യും. സന്തോഷമായിട്ട് സുഖമായിട്ടും ജീവിച്ച് ഈ ജീവിതം തീർക്കാൻ വേണ്ടിയിട്ട് ദിവസവും കുറച്ച് സമയം മെൻ്റൽ ഹെൽത്തിനായിട്ട് ഒരു 24 മിനിറ്റെങ്കിലും പ്രാർത്ഥനയോ മെഡിറ്റേഷനോ വേണ്ടി മാറ്റിവെക്കുക. നല്ല ഫുഡ് കൾച്ചർ, നിങ്ങൾ നല്ല ഫുഡ് ഹാബിറ്റ് സെറ്റ് ചെയ്യുക. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അവനവനെ സ്നേഹിക്കാനും പഠിക്കുക. നമുക്ക് നമ്മളെ ഉണ്ടാവുക എന്നുള്ളൊരു ബോധ്യം ഉറപ്പായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നക്ഷത്രമാണ്. എൻ്റെ ലഗ്നം വീണിരിക്കുന്ന നക്ഷത്രം കൂടിയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ കുറേ സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ നക്ഷത്ര പഠനം കുറേ കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചത്. കാരണം ലഗ്നം വീഴുന്ന നക്ഷത്രം, ലഗ്നം പോയി ആംശിച്ച രാശിയുടെ സ്വഭാവം, അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്വഭാവം, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്വഭാവം എനിക്കുണ്ട്. ഈ ലഗ്നം വന്ന് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്വഭാവമുണ്ട്. അപ്പം ഈ തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തിരുവാതിര നക്ഷത്രങ്ങൾ തരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.